Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഫെല്ലോ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം 1 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചു മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബദാം പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബദാം ഒന്ന് ആദ്യം നമ്മൾ ഒരു പാനിലിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ചൂട് മാറിയാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് മൈദക്കൂട്ടിലേക്ക് ചേർക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇവിടെ ഞാൻ 4 മുട്ടയുടെ മഞ്ഞയും അതുപോലെ വെള്ളയും ഒന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടയുടെ വെള്ള എടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് മറ്റു കേക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തവും ടേസ്റ്റുമായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഇതിൻ്റെ റെസിപ്പി. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയും കൂടിയാണ് റാഫെല്ലോ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതിലേക്ക് ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് അലിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തത് ഒരു 1/4 കപ്പ് ഓയിൽ, ബീറ്ററൊക്കെ ലോ സ്പീഡിലാക്കിയിട്ട് 1/4 കപ്പ് ഓയിൽ ഒന്ന് ചേർത്തിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അതവിടെ മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബട്ടർ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ എസൻസ് ഇല്ലെങ്കിൽ പിന്നെ 1 ടീസ്പൂണും കൂടെ എക്സ്ട്രാ ആയിട്ട് വാനില തന്നെ ചേർത്തോളൂ. പക്ഷെ ബട്ടർ എസൻസ് ആണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് നന്നായിട്ടൊന്ന് മുട്ടയുടെ മഞ്ഞ നമുക്ക് പതച്ചെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മളെ മുട്ടയുടെ വെള്ള നന്നായിട്ട് പതഞ്ഞിരിക്കുകയാണ്. പതുക്കെ വേണം ചെയ്യാൻ. ഞാൻ ഇത് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ, വീഡിയോ സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. ഞാൻ പതുക്കെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദ മാറ്റി വെച്ചത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് ഞാനിനി ഒരു 8 ഇഞ്ചിന്റെ പാനിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള 8 ഇഞ്ചിന്റെ പാനിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതവിടെ ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറൊരു ഐറ്റം ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു ഫില്ലിങ് അല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒരു 1/2 കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ഉരുക്കി എടുക്കണം. അപ്പം വൈറ്റ് ചോക്ലേറ്റ് എടുക്കണതും ഡാർക്ക് ചോക്ലേറ്റ് എടുക്കണതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. എങ്കിൽ കൂടി ഇതൊന്നും കൂടി കാണിക്കാം. താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്കൊക്കെ ചൂടാറിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതവിടെ ബീറ്റായി വന്നാൽ ഞാൻ നേരത്തെ മാറ്റി വെച്ചല്ലോ വൈറ്റ് ചോക്ലേറ്റ്, അത് നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണമെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ. നല്ല തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ എടുത്തത്. ഇതിൽ നിന്ന് കുറേശ്ശെ ഒന്ന് ഒഴിച്ചിട്ട് ഒരു തിക്നെസ്സിൽ വെക്കുക. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി കേക്ക് വെറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇത് ക്രീമിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കത് മാറ്റാം. ഇനി ബാക്കി നമ്മളെ തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ കൂടി ഇത് മധുരം കുറച്ച് കുറവായിരിക്കും. അപ്പം നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ക്രീം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ക്രീം ആക്കിയിട്ടുണ്ട്. ഒരു പീസ് കേക്ക് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടല്ലോ ഷുഗർ സിറപ്പിന് പകരം നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഉരുക്കിയതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കേക്കിലേക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ്.
എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്രീം തേച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ ഇതും ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബദാം ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. വീണ്ടും സെക്കൻഡ് ലെയർ കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കേക്ക് ഇങ്ങനെ കോക്കനട്ട് വെച്ച് ഉണ്ടാക്കുന്നതാണെന്ന് കരുതി ടേസ്റ്റ് ഇല്ല എന്നൊന്നും ആരും കരുതണ്ട. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്. ആ തേങ്ങാപ്പാലും അതുപോലെ ചോക്ലേറ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ഈ റഫെല്ലോ കേക്ക് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 3 ലെയറും ഞാൻ ക്രീമെല്ലാം ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ടിങ് കൊടുത്തിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടിങ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ തന്നെ സെക്കൻഡ് കോട്ടും അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കുക നമ്മളെ കേക്കിനെ. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ റാഫെല്ലോ കേക്കിന് അങ്ങനെ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ റാഫെല്ലോ കാൻഡി വേണമെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. റാഫെല്ലോ കാൻഡി ഒക്കെ ചെയ്യുന്നത് പറ്റുമെങ്കിൽ ഇൻഷാല്ലാ ഞാൻ പിന്നീട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഫുള്ളായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്താണോ പേര് എഴുതേണ്ടത് അത് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചോക്ലേറ്റ് മോൾഡിൽ വെച്ചിട്ടാണ് ഈ സ്പെല്ലിംഗ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണോ എന്നുള്ളത് അത് എഴുതി കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പേര് എഴുതിയത് ഇനി ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ബാക്കി ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ബാക്കി സ്പേസിലും കൂടെ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രഷ് ചെയ്ത ബദാമാണ് റൗണ്ടിലും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഡെക്കറേഷനും അങ്ങനെ കഴിഞ്ഞു. നമ്മളെ കേക്ക് നല്ല സുന്ദരിയായിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കേക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, റിപ്ലൈ തരിക. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.